നമസ്കാരം. എല്ലാവരുടെയും ജീവിതത്തിൽ കുറച്ച് സ്വകാര്യതകൾ, കുറച്ച് രഹസ്യങ്ങൾ ഒക്കെ ഉണ്ടാവും. അങ്ങനെ അല്ലാത്തവരായി ആരും തന്നെ കാണുകയില്ല. ചിലപ്പോൾ അത് ഏറ്റവും അടുത്ത ജീവിത പങ്കാളിയോടോ മറ്റോ മാത്രമേ അത് പങ്കുവെക്കാൻ പാടുള്ളൂ. അത്തരത്തിലുള്ള ചില സ്വകാര്യതകൾ എല്ലാവർക്കും കാണുമല്ലോ. നമ്മൾ വളരെ അടുത്ത മിത്രങ്ങളുമായി, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി അത് പങ്കുവെക്കാറുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ശാരീരികമായി വളരെ അധികം അടുപ്പമുള്ളവരായിരിക്കും, എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉള്ളവരായിരിക്കും, എപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്നവരായിരിക്കും, സഹകരിക്കുന്നവരായിരിക്കും. പക്ഷേ നമുക്കറിയാൻ സാധിക്കില്ല, അവർ മാനസികമായി ചിലപ്പോൾ നമ്മളോട് അകന്നിരിക്കുകയായിരിക്കും. ചിലപ്പോൾ അവർ അത് മറച്ചു വെക്കുന്നതാകാം. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അവർ നമ്മുടെ കൂടെ അടുത്തുകൂടി നിൽക്കുന്നതാകാം. അപ്പോൾ പുറമേയുള്ള അടുപ്പം കണ്ടിട്ട് ഒന്നും തന്നെ വിധി എഴുതരുത്. ഒന്നും നമ്മൾ മുൻകൂട്ടി ഒരു മുൻവിധിയോടുകൂടി അങ്ങനെ ഒന്നും തീരുമാനിക്കേണ്ട. അവർ എന്നെ ഒരിക്കലും ചതിക്കില്ല, അല്ലെങ്കിൽ എൻ്റെ സ്വകാര്യതകൾ അവരുമായി പങ്കുവെക്കുന്ന യാതൊരു തെറ്റുമില്ല, അവർ അത് മറ്റാരോടും പറയില്ല എന്നൊക്കെ ഒരു മുൻവിധി നമുക്ക് വേണ്ട. ഒരു റിസർവേഷൻ അക്കാര്യത്തിൽ വേണം എന്നുള്ളതാണ് നമ്മുടെ അനുഭവത്തിൽ നിന്ന്, പല ആൾക്കാരുടെയും അനുഭവത്തിൽ നിന്ന് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഏറ്റവും അധികം അടുപ്പം അതിര് കടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അകലാൻ കൂടി തയ്യാറെടുത്തിരിക്കണം. 99% കേസുകളിലും അടുപ്പം അതിര് കടക്കുമ്പോൾ അത് അകൽച്ചയിലേക്ക് നയിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. നമ്മുടെ എല്ലാവരുടെയും നമുക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരുടെ ജീവിത അനുഭവമാണ്. അപ്പോൾ ചില പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം. അപ്പോൾ ഈ അസുഖകരമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരാതെ നമുക്ക് ഒഴിവാക്കണം. നമ്മുടെ സ്വകാര്യതകളും രഹസ്യങ്ങളൊക്കെ പങ്കുവെക്കുമ്പോഴുള്ള കുഴപ്പം എന്താണെന്നറിയാം. പിന്നെ അവർ നമ്മളിൽ നിന്ന് അകലുമ്പോൾ ഈ കാര്യങ്ങൾ തപ്പി നടക്കുന്ന, ഇതിനുവേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ശത്രുക്കളുമായി അവർ കൈകോർക്കും. അവർക്ക് ഈ വിവരങ്ങളൊക്കെ കൈമാറും. അത് നമുക്ക് മുൻകൂട്ടി നമുക്ക് അറിയാൻ സാധിക്കണം. അങ്ങനെയുള്ള അപ്പോൾ സാധിക്കണം. എങ്ങനെയായിട്ട് സാധിക്കുക? ഇങ്ങനത്തെ അസുഖകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? 1, നമ്മൾ മുഖസ്തുതിയിൽ വീണു പോകരുത്. 2, അനാവശ്യമായിട്ടുള്ള പുകഴ്ത്തലുകളിൽ നമ്മൾ വീണു പോകരുത്. പിന്നെ അമിത വിനയ പ്രകടനത്തിൽ നമ്മൾ വീണു പോകരുത്. അവിടെ നമ്മൾ പ്രായോഗികമായ ബുദ്ധി പുറത്തെടുക്കണം. പ്രായോഗികമായ നൈപുണ്യം നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിൽ പുറത്തെടുക്കണം. അതാണ് നമുക്ക് വേണ്ടത്, ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടത്.